ഇതിനെ പല ഷേപ്പിലാക്കി മാറ്റിയതാണ് ഇനിയുള്ളത്. ഇത് സ്ഫടിക പെൻസിലാണ്. ഇത് ഹീലിങ്ങിന് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റും, ക്ലിനിക്കൽ പ്രാക്ടീസിന് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ പൂജാമുറിയിലൊക്കെ കൊണ്ടുവന്ന് എന്തെങ്കിലും പ്രത്യേക കാര്യസങ്കല്പം ചെയ്ത് കൊണ്ടുവന്ന് വയ്ച്ചാൽ നമുക്ക് ആ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ഉതകും. നമസ്കാരം. അലക്സഞ്ജന വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മുരളി സാറാണ്. നേരത്തെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് രുദ്രാക്ഷത്തെ പറ്റിയാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ കോസ്മോക്കി ഹീലിംഗ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന സ്ഥാപനം തൃപ്പൂണിത്തുറ നടത്തി പോരുന്നുണ്ട്. അവിടെ ഒരുപാട് രുദ്രാക്ഷം ക്രിസ്റ്റൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, എക്സിബിഷൻസ് നടത്തിയിട്ടുണ്ട്. അപ്പം ഒരുപാട് പേർക്ക് വീണ്ടും വീണ്ടും സംശയങ്ങൾ വീഡിയോയുടെ താഴെയൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളെപ്പറ്റി വീണ്ടും വീണ്ടും സംസാരിക്കാൻ തോന്നിയിട്ടുള്ളത്. അപ്പം ക്രിസ്റ്റൽസിനെ പറ്റി അറിയാം, രുദ്രാക്ഷത്തെ പറ്റി അറിയാം. അപ്പോൾ സാറ് റേക്കി ഗ്രാൻഡ് മാസ്റ്ററും കൂടെ ആയതുകൊണ്ട് അപ്പോൾ അതും പഠിപ്പിച്ച് പോരുന്നുണ്ട്. അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ മിക്സ് ചെയ്ത് നമ്മളിതിനെപ്പറ്റി ഇപ്പോൾ ഒരു രുദ്രാക്ഷം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റൽ കൊടുക്കുമ്പോൾ റേക്കിയും കൂടെ ചെയ്ത് അതിനെ എനർജൈസ് ചെയ്ത് കൊടുക്കുന്ന രീതിയൊക്കെ ചെയ്ത് പോരുന്നുണ്ട് അല്ലേ? അപ്പം സാറ് നമ്മൾ രുദ്രാക്ഷത്തെ പറ്റി സംസാരിച്ചു. അപ്പം ക്രിസ്റ്റൽസിനെ പറ്റി പറയുമ്പോൾ അത് നാച്ചുറൽ ക്രിസ്റ്റൽസും ഉണ്ട്, അൺനാച്ചുറൽ ക്രിസ്റ്റൽസും ഉണ്ട്. അത് ഒരുപാട് ഈ പറഞ്ഞ വെബ്സൈറ്റ്സിലും ഒക്കെയാണ് ഈ അൺനാച്ചുറൽ ആയിട്ടുള്ളത് പലപ്പോഴും കിട്ടാറുള്ളത്. ഇപ്പം നാച്ചുറലിനെ പറ്റിയാണ് നമുക്കറിയാവുന്നത് അല്ലേ? അത് മറ്റേ കാര്യത്തെപ്പറ്റി നമുക്ക് അധികം അറിയില്ല. അപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഓരോ മനുഷ്യനും അല്ലെങ്കിൽ ഓരോ ജീവിക്കും ഒക്കെ ഓറ എന്ന് പറയുന്നത് ഉള്ള കാര്യമാണ്. ഓറ എന്ന് പറയുന്നത് തിരിച്ചറിയുന്നത് ചിലപ്പോൾ ഒരു പ്രകാശ രൂപേണയായിരിക്കാം, അല്ലെങ്കിൽ ഒരു എനർജി തലത്തിലായിട്ടായിരിക്കും അറിയുന്നത്. അപ്പം അങ്ങനെയാണ് ഓറ എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്നത്. അപ്പം ഓറയ്ക്ക് തന്നെ നിറവ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇരുണ്ട നിറത്തിൽ അല്ലെങ്കിൽ കറുത്ത നിറത്തിൽ കാണാറുണ്ട്, അല്ലെങ്കിൽ നല്ല പ്രകാശരൂപിതമായിട്ട് വെളുത്ത രൂപത്തിൽ കാണാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പലതലത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ രുദ്രാക്ഷത്തിനൊക്കെ ഈ ഓറയെ ക്ലെൻസ് ചെയ്യാൻ സാധിക്കാറുണ്ട്, അല്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കാറുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ പ്രൊട്ടക്ഷൻ, അതായത് നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ നിലനിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് വേണ്ട കാര്യമാണ്. അപ്പം ശരീരത്തെയും മനസ്സിനെയും അല്ലെങ്കിൽ ആത്മീയ തലത്തിലും ഒക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമുള്ളതുകൊണ്ട് ഇത് ഏതൊക്കെ തലത്തിലാണ് സാറ് ചെയ്തു കൊടുക്കുന്നത്, ഇതെങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നൊന്ന് പ്രേക്ഷകർക്ക് വേണ്ടി പറയാമോ? അപ്പോൾ നമ്മൾ ഒരു നീണ്ട ചോദ്യമായിരുന്നു എൻ്റെ അടുത്ത് വന്നേക്കണത്. അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം മുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ബേസിക്കലി എനർജി ഹീലറാണ്, റേക്കി മാസ്റ്ററാണ്. അത് 26 വർഷമായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ധാരാളം പേരെ ഞാൻ റേക്കി പഠിപ്പിച്ചിട്ടുണ്ട്, പല ലെവലുകളിൽ മാസ്റ്റർമാരെ വരെ, നമുക്ക് മാസ്റ്റർ ശിഷ്യന്മാർ വരെ ഉണ്ട്. അതിൻ്റെ പ്രാക്ടീസിൻ്റെ ഇടയിലാണ് നമുക്ക് ക്രിസ്റ്റൽ ഹീലിംഗ് എന്ന് പറയുന്ന സംഗതി എനിക്ക് മനസ്സിലായത്. അതിൻ്റെ ഉപയോഗം വന്നപ്പോൾ നമുക്ക് എപ്പോഴും റേക്കി ചെയ്ത് ആളുകളെ അവരുടെ രോഗശമനം വരുത്താൻ ചെയ്യണതിൻ്റെ ഒപ്പം തന്നെ എപ്പോഴും റേക്കി ചെയ്യാൻ പറ്റാത്ത ചിലവരുണ്ട്, വന്നു പോകുന്ന ആളുകൾ, ദൂരെയുള്ള ആളുകൾ. അവർക്ക് നമുക്ക് എംപവർ ചെയ്ത, എനർജൈസ് ചെയ്ത സ്റ്റോൺസ് കൊടുത്തു വിട്ടാൽ അതവർ സ്ഥിരമായിട്ട് ധരിക്കുന്നത് വഴി അവരുടെ ശരീരത്തിന് ഈ എനർജി ബാലൻസിങ് ഉണ്ടാവുന്നതായിട്ട് നമുക്ക് അത്ഭുതകരമായിട്ട് കാണാൻ പറ്റി. അതേപോലെ നമ്മൾ ഒരു പ്രാവശ്യം മാത്രമായിട്ട് കാണുന്ന ഒരാൾ, അയാൾക്ക് ഒരു പ്രത്യേക ആവശ്യം നടക്കാനുണ്ട്. ചിലവർക്ക് വീട് വയ്ക്കാനുണ്ട്, ചിലവർക്ക് കുട്ടികളില്ലാത്തതിൻ്റെ സങ്കടമുണ്ട്, ചിലരുടെ പൈസയുണ്ട്, വീട് വയ്ക്കാനുള്ള ലക്ക് വരാഞ്ഞിട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള പല ആളുകളെയും കണ്ടു. അവരവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ എനർജി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബ്ലോക്കായിട്ട് നിൽക്കുന്ന ചക്രാസിനെ മനസ്സിലായി. ആ ചക്രത്തിനെ നമുക്ക് ക്ലിയർ ചെയ്ത് വിടാൻ വേണ്ടിയിട്ട്, ഇവരുടെ അംബീഷനിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് അത് ഓർക്കണം, അവരുടെ അംബീഷനിലേക്ക് ഫോക്കസ്ഡ് ആയിട്ട് ചക്രങ്ങളെ ബാലൻസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗോളം പോലുള്ള ക്രിസ്റ്റൽസ്, നാച്ചുറൽ ക്രിസ്റ്റൽസ്, അഗേറ്റ് ക്രിസ്റ്റൽസ്, സ്ഫടികം, അങ്ങനെ പലതും അത് കൊടുത്തു വിടാൻ പറ്റി കഴിഞ്ഞു. അത് എംപവർ ചെയ്ത് നമ്മൾ കൊടുത്തു വിട്ടു. ഇവർ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് അതിനെ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അവരുടെ അംബീഷൻ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും അതിൻ്റെ പറഞ്ഞ രീതിയിലൊക്കെ അവർ ചെയ്തു വെച്ച് കഴിയുമ്പോൾ അവർക്ക് ആ ലക്ക് വർക്ക് ചെയ്തതായിട്ട് അടുത്ത ഒരു വർഷം വീണ്ടും നമുക്ക് നോക്കി. ഞാനൊരു എക്സിബിഷനിലാണ് ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്തത്. ആദ്യത്തെ എക്സിബിഷനിൽ ഇങ്ങനെ കുറേ ആളുകൾക്ക് കൊടുത്തു, ഒരു പ്രാവശ്യം കാണുന്നുള്ളവരെയൊക്കെ. അടുത്ത വർഷത്തെ എക്സിബിഷനിൽ ആ ആളുകൾ നമുക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മുടെ ആദ്യത്തെ ഇതിലത്തെ ഒരു ബ്രേക്ക്. അതിനുശേഷം നമ്മൾ ചികിത്സയിൽ റെഗുലറായിട്ട് ചെറിയ ചെറിയ ലോക്കറ്റുകൾ, അതുപോലെ മാല, സ്ഫടികമാല, ഇങ്ങനെയുള്ള സംഗതികൾ ഓരോന്നും വ്യത്യസ്തങ്ങളായ നിറങ്ങളിൽ കിട്ടുന്ന സ്ഫടികമാലകളുണ്ട്.
പലതരം ക്രിസ്റ്റൽസ് ഉണ്ട് നാച്ചുറൽ ഇതെല്ലാം നമ്മൾ കൊടുത്തു നോക്കി അതിൽ നിന്ന് ഓരോന്നും ഫീഡ്ബാക്ക് കിട്ടി. ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ അനുഭവത്തിലുള്ളത് മാത്രമേ ഞാനിന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിൻ്റെ ഒരുപാട് ക്രിസ്റ്റൽസ് ഉണ്ട്. നമുക്ക് പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാലോ നെറ്റിൽ പരത്തി കഴിഞ്ഞാലോ ധാരാളം പേരുകൾ കാണാൻ പറ്റും. കുറേ എണ്ണത്തിൻ്റെയൊക്കെ ഫോട്ടോ കാണാൻ പറ്റും നമുക്ക്. പലപ്പോഴും അതൊന്നും നമുക്ക് വയബിളായിട്ടുള്ളതല്ല, നമ്മുടെ നാട്ടിൽ കിട്ടാത്തതോ അല്ലെങ്കിൽ അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് കിട്ടാവുന്നതോ അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതോ അല്ല. അതുകൊണ്ട് നമുക്ക് വളരെ കുറച്ച് എണ്ണം സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഒരുപാട് തരം ചികിത്സ നടത്താൻ പറ്റിയിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ പറയാൻ പോണേ. നമ്മൾ ഈ ക്രിസ്റ്റൽസ് എന്ന് പറയുമ്പം അതിൻ്റെ പേരെല്ലാം കൂടെ ഒന്ന് പറഞ്ഞാൽ നമുക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണ് ടൈഗർ ഐയും റോസ് കോട്സും ഒക്കെ. അതിനു മുമ്പ് ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ ആളുകൾ പെട്ടെന്ന് വിചാരിക്കുന്നത് കുപ്പി ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കുന്ന ചില സാധനങ്ങളെയൊക്കെ പറ്റിയിട്ടാണല്ലോ. ഇത് പ്രത്യേകം അറിയണം, ഇത് കുപ്പി ഗ്ലാസ് കൊണ്ട് നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന ഒരു സാധനത്തിനെ പറ്റി അല്ല നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മുഴുവനും നാച്ചുറലായിട്ട് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന രത്നക്കല്ലുകളാണ്. നമ്മൾ നമുക്കറിയാവുന്ന നവരത്ന കല്ലുകൾ പോലെ തന്നെ അത്ര കൃത്യതയില്ലാത്ത പവറുള്ളത്, ഷാർപ്പ് എനർജി അല്ല. സെമി പ്രഷ്യസ് സ്റ്റോൺസ് എന്നാണ് ഇവറ്റകൾക്ക് പേര്. നമ്മൾ മലയാളത്തിൽ ഉപരത്നങ്ങൾ എന്ന് പറയും. ഇതാ ഗ്രഹങ്ങളുടെ ആ നവരത്ന കല്ലുകൾക്ക് പകരമായിട്ട് നമ്മൾ അതിന് പ്രൊപ്പോർഷണലായിട്ടുള്ള പല കല്ലുകൾ ഉണ്ടാവും. ഓരോരുത്തരും ഉപയോഗിക്കാൻ പറ്റും. അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മളൊരു മഞ്ഞപ്പുഷിരാഗം വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരു 35,000 രൂപ ഒരു ചെറിയ ഒരു മോതിരക്കല്ലിനാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിയിലുള്ള ഒരു സ്ഫടികക്കല്ല് മേടിച്ചിടണമെങ്കിൽ നമുക്കൊരു 3,000 രൂപ താഴെ ആവുള്ളൂ. ഒരു മാല പോലെ നമുക്ക് 108 മുത്തിൻ്റെ മാല ഉണ്ടാക്കി ധരിക്കാൻ പറ്റും. അപ്പോൾ ക്വാണ്ടിറ്റിയിൽ കൂടുതൽ കിട്ടും. ഇതിൽ എല്ലാത്തിലും എനർജി ക്വാണ്ടിറ്റി ആശ്രയിച്ചിട്ടാണ് നിൽക്കണേ. നമ്മൾ രുദ്രാക്ഷത്തിൻ്റെ കാര്യത്തിൽ വലിപ്പം കൂടുന്തോറുമാണ് രുദ്രാക്ഷത്തിന് ഫലം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇതിലും ക്വാണ്ടിറ്റി ഒരു ഫാക്ടറാണ് എനർജിയുടെ. അപ്പോൾ ചെറിയൊരു കാരറ്റിലുള്ള ഒരു കല്ല് ധരിക്കുന്നതാണോ ഒരു 100 ഗ്രാം തൂക്കമുള്ള ഒരു മാല ധരിക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാലയല്ലേ നല്ലത്. അത് അത്ര ഷാർപ്പ് എനർജി അല്ലെങ്കിൽ പോലും ഇവർക്ക് കോമ്പൻസേഷൻ കിട്ടും, ആവശ്യത്തിന് പവർ കിട്ടും. അങ്ങനെ നമുക്ക് ഗ്രഹങ്ങളുടെ ശക്തി കൊടുക്കാൻ വേണ്ടിയിട്ടോ ആ ഗ്രഹങ്ങൾ കൊണ്ടുവരുന്ന ചിലതരം മാനസിക പ്രശ്നങ്ങൾ, ശാരീരിക വൈഷമ്യങ്ങൾ, വൈകാരിക പ്രതിസന്ധികൾ, ദൗർഭാഗ്യങ്ങൾ, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ വേണമെങ്കിൽ ഗ്രഹങ്ങളെ വെച്ചിട്ട് തന്നെ പഠിക്കാം. നമ്മളിവിടെ നോക്കുന്നത് എനർജി ലെവൽ നോക്കിയിട്ടാണെന്ന് മാത്രം. അപ്പോൾ ഓരോ ചക്രാസിൻ്റെ ബ്ലോക്ക് അനുസരിച്ച് ആയിരിക്കും അയാളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഉണ്ടാവുക. ആ ചക്രാസ് ഓറയുടെ ഫിൽറ്ററിങ് സെൻറ്ററുകളാണ്. ഓറയാണല്ലോ പറഞ്ഞത്, ഓറയെക്കുറിച്ചാണ് കൂടുതൽ സംസാരിച്ചത്. അപ്പോൾ ആ ഓറയിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ശരീരത്തിനെ മാറ്റം വരുത്തിയെടുക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളാണ് ചക്രങ്ങൾ. നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന ചക്രങ്ങളെ കുറിച്ചുള്ള പഠനമാണ് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ പറ്റേണ്ടത് ഓറയെക്കുറിച്ചുള്ളതിനേക്കാൾ കൂടുതൽ. കാരണം ഓറ മോഡേൺ സയൻസിൻ്റെ പല വെളിച്ചത്തിൽ, അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള ചില സൂത്രങ്ങളുടെ വെളിച്ചത്തിൽ കിർലിയൻ ക്യാമറ എന്ന് പറയുന്ന സംഭവം ഉണ്ടാവുകയും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകൾ ഈ ഓറയെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉണ്ടാവുകയൊക്കെ ചെയ്തു. അതിന് എത്രത്തോളം സാങ്കത്യമുണ്ട്, അതിന് എത്രത്തോളം ഒറിജിനാലിറ്റി ഉണ്ട് അതിനെന്നുള്ളതിൽ തർക്കം എപ്പോഴും നടന്നുകൊണ്ട് തന്നെ ഇരിക്കണേ ഉള്ളൂ. പക്ഷേ നമ്മളെല്ലാം കണ്ട് വിശ്വാസികളാണെന്നുണ്ടെങ്കിൽ അതിൽ ഓറയുടെ നഗ്ന നേത്രം കൊണ്ട് അവനവന് ഓറയെ വേറെ ആളുടെ ഓറയെ കാണാൻ പറ്റുന്ന സിദ്ധിയുള്ള ആളുകളുണ്ട്. അത് എല്ലാ റേക്കി മാസ്റ്റർമാരും അങ്ങനെ സിദ്ധിയുള്ളവരല്ല. അങ്ങനെ ഒരു സിദ്ധി ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചിട്ടും കൂടി ഇല്ലാത്ത ആളാണ് ഞാൻ വ്യക്തിപരമായിട്ട്. കാരണം അത് നമുക്ക് ദൂഷ്യമേ ചെയ്യാൻ വഴിയുള്ളൂ. പക്ഷേ അങ്ങനെ പവറുള്ളവരുണ്ട്. ആ ഉള്ളവരുടെ മുമ്പിൽ നമ്മൾ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഓറ റീഡ് ചെയ്തിട്ട് അവർക്ക് നമ്മളുടെ വരാൻ പോണ പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ കണ്ടെത്തി അതിന് പരിഹാരം നിർദ്ദേശിക്കാൻ പറ്റും. എല്ലാ രോഗങ്ങളും എല്ലാ ദുഃഖങ്ങളും എല്ലാ ഇഷ്യൂസും ആദ്യം ആരംഭിക്കുന്നത് ഓറയിലാണെന്നാണ്. എന്താണ് ഓറ എന്നുള്ളതിന് ഞാൻ അടുത്ത ഒരു ക്ലാസ്സായിട്ട് തന്നെ പറയാം. അതിനു മുമ്പ് ഈ ഓറയിലുണ്ടാകുന്നത് വേരുകൾ പോലെ ആ വിത്ത് കിളിർക്കുന്നത് ഓറയിലാണെന്ന് കരുതണം. പ്രശ്നങ്ങളുടെ ഗുണത്തിൻ്റെയും ദോഷത്തിൻ്റെയും അതവിടെ നിന്ന് പടർന്ന് അത് ഫലം തരാൻ വേണ്ടിയിട്ട് ശരീരത്തിലേക്ക് എത്തുന്ന കാലത്താണ് രോഗം ഉണ്ടാവുന്നത്. രോഗം തിരിച്ചറിയാൻ പറ്റുന്നത് അത് നമ്മുടെ സാധാരണ മോഡേൺ മെഡിക്കൽ സയൻസിൻ്റെ രീതിയിലുള്ള സ്കാനിങ്ങിലോ അല്ലെങ്കിൽ എക്സ്റേയിലോ
അല്ലെങ്കിൽ പത്തോളജിയിലോ കിട്ടാനാവണത് ഒരു പക്ഷേ 8 വർഷം വരെ എടുത്തേക്കാം. ഓറയിൽ കുരുത്ത അസുഖം ഫിസിക്കലി നമുക്ക് അഫക്റ്റ് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഓറയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി. ഓറ എപ്പോഴും ശുദ്ധി ചെയ്ത് വെക്കേണ്ടതുണ്ട്, പറഞ്ഞല്ലോ മാഡം പറഞ്ഞതുപോലെ തന്നെ. ഓറ എപ്പോഴും ശുദ്ധി ചെയ്ത് വെക്കേണ്ടത് മാത്രമാണ് ഭാരതീയ ശാസ്ത്രങ്ങളുടെ എല്ലാം പ്രവർത്തന പശ്ചാത്തലം. ഓറ ശുദ്ധി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗായത്രി മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നത്. ഓറ ശുദ്ധി ചെയ്യാൻ വേണ്ടിയിട്ട് നിത്യവും നമുക്ക് ശൗചാധിക കർമ്മങ്ങൾ, നിത്യവും പല്ല് തേക്കണം, കുളിക്കണം, 2 നേരം സാധിച്ചാൽ കുളിക്കണം എന്നൊക്കെ പറയുന്ന പദ്ധതികൾ ആവർത്തിച്ച് പറഞ്ഞ് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഉൾപ്പെടുത്തി വച്ചിരിക്കുന്നത് ഓറയെ ശുദ്ധി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഓറയെ നമ്മുടെ ശാസ്ത്രങ്ങൾ സൂക്ഷ്മ ശരീരം എന്നും പറഞ്ഞിട്ടാണ് അറിയണത്. അതിലേക്ക് നമുക്ക് കൂടുതൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വഴിതെറ്റി പോകും. കുറേ അധികം അതിൽ സംഗതികൾ പറയാനുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്ക് സ്ഥൂല ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്, ഇനി ഒരു കാരണ ശരീരവും കൂടിയുണ്ട്. അതിലെ സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാവുന്ന നമ്മൾ ഉൾപ്പെട്ട് കൊണ്ട് നടക്കുന്ന ഈ ശരീരമാണ്. അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ ഓറ. ഇതിപ്പോൾ എവിടെ നിന്ന് വന്നു? ഇതൊന്നും പണ്ടൊന്നും കേട്ടിട്ടില്ലല്ലോ എന്ന് സാധാരണ ആളുകൾക്ക് വിചാരിക്കാം. പണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു, സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു, എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല എന്ന് മാത്രം. മുമ്പ് പറഞ്ഞ പോലെ സയൻസിൻ്റെ വികാസം ഉണ്ടായപ്പോൾ അതിൽ ഓറ കണ്ടുപിടിക്കാനുള്ള ക്രില്ലിയൻ ക്യാമറയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞതിലെന്തോ കാര്യമുണ്ടെന്ന് തീരുമാനമായി. അപ്പോഴാണ് കൂടുതൽ ഇതിലേക്ക് നമ്മളും ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. ഇതിൻ്റെ മുഴുവൻ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഓറയെ പറ്റി പറയുമ്പോൾ ഞാൻ അതിൻ്റെ സയൻസ് പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ക്രിസ്റ്റൽസ് പലതരത്തിലുണ്ട്. റോസ് കോഡ്സ് അല്ലെങ്കിൽ ക്ലിയർ കോഡ്സ്, പിന്നെ സിട്രിസീന് അല്ലേ, പിന്നെ ബ്ലാക്ക് ടേർമലിൻ ഉണ്ട്, ടൈഗർ ഐ ഉണ്ട്. അപ്പം ഇതൊക്കെ ഓരോരുത്തർക്ക് ധരിക്കണം എന്ന് താല്പര്യം കാണും. പക്ഷെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ധരിക്കാൻ പറ്റില്ല. എൻ്റെ കാഴ്ചയിലുള്ള ഭംഗിയിൽ വെച്ചിട്ടൊന്നും നമുക്ക് ധരിക്കാൻ ഒക്കില്ല. അപ്പം നമ്മൾ ഒരാൾ ധരിക്കണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ ചക്രാസ് ബാലൻസ്ഡ് ആണോ, ആ വ്യക്തി ഏത് സമയത്താണ് ജനിച്ചത്, അല്ലെങ്കിൽ ഇതൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ അത് സ്കാനിങ് പ്രോസസ്സിലൂടെയാണോ തിരിച്ചറിയുന്നത്, അതോ ഏതെങ്കിലും നമ്മൾ പെൻഡുലം പോലുള്ള എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് തിരിച്ചറിഞ്ഞിട്ടാണോ അവർക്ക് കൊടുക്കുക? അത് ഏത് രീതിയിലാണ് നിർദ്ദേശിക്കാറുള്ളത്? അതിന് അനേകം പ്രകാരങ്ങൾ വഴി നമുക്ക് പറ്റും. നമുക്ക് ആവശ്യക്കാരനായിട്ട് ആൾ വന്നിട്ട് എൻ്റെ പ്രശ്നങ്ങൾ ഇന്നതൊക്കെയാണെന്ന് പറയുമ്പോൾ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് പിടികിട്ടും. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെയുള്ള ഏതെങ്കിലും പദ്ധതികളിലൂടെ പെൻഡുലം വെച്ച് നോക്കിയിട്ടാവാം, അതല്ലാതെ അവനവൻ്റെ ഇൻഡ്യൂഷനിലൂടെ നോക്കിയിട്ടാവാം, അല്ലെങ്കിൽ ഇതിൽ ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന കല്ലുകളെന്ന് പറഞ്ഞിട്ടുള്ള നിയമം, ആ നിയമത്തിൽ ഇത് കറക്റ്റ് ആവേണ്ടെന്ന് എക്സ്പേർട്ടിന് മനസ്സിലാക്കിയിട്ട് നിർദ്ദേശിക്കാം. എക്സ്പേർട്ടാണെങ്കിൽ നിർദ്ദേശിക്കാം. ഏതായാലും അങ്ങനെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഗൈഡൻസിൽ കൂടെ പോകുമ്പോഴാണ് ആ വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള പരിണാമം, ഗുണം ഉണ്ടാവുക. നമുക്ക് വെറുതെ വഴിയിൽ കണ്ട ഒരു സാധനം വാങ്ങിച്ച് ധരിച്ചാൽ മുമ്പ് പറഞ്ഞ പോലെ ഒരു പക്ഷേ അത് ഒറിജിനൽ ആവണമെന്നില്ലല്ലോ. സാധാരണ നമുക്ക് ക്രിസ്റ്റൽസ്, സ്റ്റോൺസ്, കോഡ്സ് എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടുണ്ടായി വരുന്ന സാധനങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ ദൗർലഭ്യം കൊണ്ടാവാം, അല്ലെങ്കിൽ ഇനി പുതിയ എന്തെങ്കിലും പ്രോഡക്റ്റ് എന്ന നിലയ്ക്കാവാം ഇതിൻ്റെ എല്ലാം ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നതും മാർക്കറ്റിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ എൻ്റെ ഒരു ഗവേഷണത്തിൽ പോകുന്നതാണ്. നമ്മൾ ധാരാളം ഈ ക്ഷേത്രവാദ്യ ആളുകളെയൊക്കെ കാണാറില്ലേ, അവരെല്ലാവരും ധരിച്ചിട്ടുണ്ടാവും മൾട്ടി കളറിലുള്ള ഒരു മാല. അവർ സ്ഫടികമാലയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അത് ധരിക്കുന്നത്. അപ്പോൾ ഞാൻ അടുപ്പമുള്ള ആളുകളോടെല്ലാം പറഞ്ഞ് അത് ഊരി മാറ്റിക്കാറുണ്ട്. അത് വെറുതെ ഗ്ലാസ്സാണ്, നമ്മുടെ കുപ്പി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതേ സാധനത്തിനെ ബീഡ്സാക്കി മാറ്റിയിട്ട് ആ മാല ധരിക്കുകയാണ്. അത് നമുക്ക് റിവേഴ്സായിട്ട് വർക്ക് ചെയ്യാനും സാധ്യതയുണ്ട്. നമ്മുടെ ഓറയെ അത് കട്ട് ചെയ്യാനായിട്ട് വേണമെങ്കിൽ കാരണമാവും. അപ്പോൾ അവർക്ക് അത്ര വലിയ വിലയൊന്നുമില്ല. സ്ഫടികമാല വാങ്ങിച്ച് ഒറിജിനൽ സ്ഫടികമാല തന്നെ ധരിക്കണം എന്നുണ്ടെങ്കിൽ അത്ര വലിയ വിലയൊന്നുമുള്ള സാധനമല്ല. സ്ഫടികമാല പോലെ പല കളറിൽ, മൾട്ടി കളറിൽ അവർക്ക് പലതരം സ്ഫടികങ്ങൾ കിട്ടും. അതൊന്നും ധരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടാവാനില്ല. ഈ പറഞ്ഞ അതിൻ്റെ ശുദ്ധീകരണം പരിപാടികളെല്ലാം ചെയ്തുകൊണ്ടിരുന്നാൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണത്തിന് വേണ്ടിയിട്ടായിരിക്കും ഇല്ല ഇട്ടിട്ടുണ്ടാവുക. ഒരു കാണാനുള്ള ചന്തത്തിന് വേണ്ടി മാത്രം ഇട്ടതാവും. അങ്ങനെയുള്ളവർക്ക് ഏത് വേണമെങ്കിലും ധരിക്കാൻ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഒരു വണ്ടി ഓടിക്കുന്ന ഒരാൾ പറയാണ്, എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റണില്ല, എനിക്ക് വണ്ടിയിലേക്ക് കയറാൻ പോകുമ്പോഴത്തേക്കും എന്തോ ഒരു ശരീരത്തിൽ എരച്ച് കയറുന്ന പോലെ തോന്നുക, എനിക്ക് ഭീതി വരണു. ഞാൻ ചിന്തിച്ചു നോക്കി, എനിക്ക് ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല. എനിക്ക് എൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും എനിക്ക് വിറയ്ക്കാൻ തുടങ്ങും. ഞാൻ മുമ്പ് നല്ല ഡ്രൈവറായിരുന്നു, ഇതിപ്പോൾ എന്ത് സാഹചര്യം വന്ന് പെട്ടെന്ന് അറിയാൻ പാടില്ല. അതിന് സൈക്കോളജിക്കലായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളൊക്കെ ഉണ്ടാവും.
അതിന് അയാൾ ചിലപ്പോൾ മരുന്ന് കഴിക്കാൻ പോയി നോക്കിയിട്ടുണ്ടാവും, മെഡിസിനൊന്നും അവിടെ വേണ്ട തരത്തിൽ ആയിട്ടുണ്ടാവില്ല. ഒരു പക്ഷേ ഇത് കൊണ്ടുപോയിട്ട് ഇത് പറയാനുള്ള നാണക്കേട്ടുണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ആളെ നമ്മൾ കണ്ടു, ആൾക്ക് നമ്മൾ നിർദ്ദേശിച്ചു ടൈഗർ ഐ കോഡ്സ് ധരിക്കട്ടെ എന്ന്. ടൈഗർ ഐ കോഡ്സ് ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ പുലിയാണ്. അപ്പോൾ നോക്കും, ഇതൊന്ന് ഊരി വെച്ചിട്ട് എനിക്കിത് മാറ്റമുണ്ടോ, ഇത് വെറുതെ തോന്നലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം അത് ഊരി വെച്ചിട്ട് വീണ്ടും വണ്ടി എടുത്ത് പോയി നോക്കുമ്പോൾ ആദ്യ കാലത്തൊക്കെ പിന്നെയും വിറ വരണം. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ച് വീണ്ടും ബ്രേസ്ലെറ്റ് എടുത്ത് ധരിച്ചിട്ട്, ടൈഗർ ഐ ബ്രേസ്ലെറ്റ് എടുത്ത് ധരിച്ചിട്ട് വണ്ടി ഓടിക്കാൻ ഒരു കുഴപ്പമില്ല. ഒരിക്കൽ ഈ ബ്രേസ്ലെറ്റ് പൊട്ടിപ്പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഓടിപ്പാഞ്ഞു വന്നു, ഇതില്ലാണ്ട് എനിക്ക് പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊക്കെ ഉള്ളില്ലാത്ത സ്വഭാവമാണ്, അങ്ങനെ അഡിക്ഷൻ ഒന്നിലും പാടില്ല, അഡിക്ഷനും വേണ്ട. പക്ഷേ അവർ പറഞ്ഞത് കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ എനിക്കിത് വേണം തൽക്കാലം. ആ തവണയും കൂടി അത് കറക്റ്റ് ചെയ്ത്, അത് നൂല് കെട്ടി കറക്റ്റ് ചെയ്ത് വീണ്ടും ഇടിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നാളും കൂടി കൊണ്ട് അത് ബാലൻസ്ഡായി പോയി. ആ സാധനം പൊട്ടിപ്പോയിട്ടുണ്ടാവും, ഇത്രയും കാലമൊന്നും നിൽക്കണമല്ല, റബ്ബറിൽ കെട്ടിക്കൊടുത്താൽ അവർ നോർമലായിപ്പോയി. അങ്ങനത്തെ ധാരാളം അനുഭവങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോ കല്ലിൻ്റെ കാര്യം എടുത്ത് പറയുമ്പോഴും നമുക്ക് വിസ്തരിച്ച് ഓരോന്നിൻ്റെയും പവർ നമുക്ക് എടുത്ത് പറയാൻ പറ്റും. അല്ല, ഒരുപാട് പേര് ധരിക്കുന്നതാണ് ഈവിളൈൻ്റെ ക്രിസ്റ്റൽസ്, അങ്ങനത്തെ കണ്ടിട്ടുണ്ട്, ആ ഡിസൈൻസ് കണ്ടിട്ടുണ്ട്. പിന്നെ ചില ജപമാലയായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ആർട്ടിഫിഷ്യലിൻ്റെ കാര്യം പറഞ്ഞതിൽ അത് വരും. ഒരു കണ്ണിൻ്റെ രൂപത്തിലുള്ള നീലക്കല്ല് ഡ്യൂപ്ലിക്കേറ്റിൽ വരണതാണ്. അത് 3900 രൂപ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ടി വിയിൽ പരസ്യം ചെയ്ത് ഒരു കാലത്ത് അത് വിറ്റിരുന്നു. അതെന്തോ പുറത്തുനിന്ന് വരണ എന്തോ ഒരു സാധനമാണെന്നൊക്കെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത്. അതിൻ്റെ ബ്രേസ്ലെറ്റും അതിൻ്റെ കഴുത്തിലിടാനുള്ളതും പിന്നെ അങ്ങനെ ഒരു സെറ്റായിട്ടാണ് അത് വന്നുകൊണ്ടിരുന്നത്. അത് ഒരുപാട് നമ്മുടെ ഷോപ്സിലൊക്കെ പോകുമ്പോഴേ നീല കളറിലാണ് അത് ഉണ്ടായിരുന്നത്. വീട്ടിൽ തൂക്കാനും ഒക്കെ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അത് ഗ്ലാസ് ഒരുക്കി ഉണ്ടാക്കുന്നതായിരുന്നു. അത് നമുക്ക് ഈവിളായി അതുകൊണ്ടൊന്നും സംഭവിക്കാനില്ല. അതിനേക്കാൾ നല്ല, അതിലും വില കുറഞ്ഞ ധാരാളം കല്ലുകൾ നമുക്ക് നാച്ചുറൽ സ്റ്റോൺസിൽ നമുക്ക് കിട്ടാനുണ്ട്. ആപ്റ്റായത് കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഈ ക്രിസ്റ്റൽ ഹീലിങ്ങിൻ്റെ ഒരു ഐഡിയ എടുത്തുകൊണ്ട് ഒരു ആർട്ടിഫിഷ്യൽ സംഗതി വന്നു എന്ന് മാത്രമേ അന്ന് ആ സംഭവത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് പിന്നീട് പോലീസ് പിടിച്ചു പോവുകയൊക്കെ ചെയ്തു. അതുപോലെ ചില സമയത്ത് നമ്മളിപ്പം കുടിക്കുന്ന വെള്ളം, ആഹാരമൊക്കെ പ്യുവറാണോ, അതിലെന്തെങ്കിലും മായമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്നറിയാനായിട്ട്, അത് എനർജി കറക്റ്റ് ആണോ എന്നൊക്കെ അറിയാനായിട്ട് ഇത് പെൻഡുലം ഡൗസിങ് പോലെയൊക്കെ ഈ ക്രിസ്റ്റൽസ് യൂസ് ചെയ്തിട്ട് അതിലെന്തെങ്കിലും വിഷം അല്ലെങ്കിൽ കൈവശം പോയിട്ടുണ്ടോ എന്നൊക്കെ അറിയാനൊക്കെ അങ്ങനെ നോക്കിയിട്ട് ചിലർ ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നല്ലതാണോ? ക്രിസ്റ്റൽസ് വെച്ചിട്ട് എന്നുള്ളതിനും പകരം അത് പെൻഡുലത്തിൻ്റെ യൂസാണ് അതിൽ നടക്കണ്ടാവുക. പെൻഡുലം ഉപയോഗിക്കാനായിട്ടാണെങ്കിൽ അത് എന്ത് വസ്തു കൊണ്ട് വേണമെങ്കിലും പെൻഡുലം ഉപയോഗിക്കാം. അതിന് ക്രിസ്റ്റൽ വേണമെന്നോ എന്തെങ്കിലും രുദ്രാക്ഷം വേണമെന്നോ എന്തെങ്കിലും എന്ത് പ്രത്യേകതരം സാധനം വേണമെന്നോ അങ്ങനെ ഒരു നിയമമില്ല. അത് ലോഹത്തിൻ്റെ ആയിരിക്കണമെന്നോ അങ്ങനെയില്ല. പെൻഡുലം ഉപയോഗിക്കുന്ന ആളുടെ എക്സ്പീരിയൻസ് ആണ് അതിൽ പ്രധാനം. പെൻഡുലം എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് എന്തും പറയാൻ പറ്റും. പക്ഷേ ഈ വിശ്വാസം പ്രധാനമാണല്ലേ നമുക്ക്. അതായത് നമ്മളിപ്പോൾ എന്ത് ക്രിസ്റ്റൽ ധരിച്ചാലും രുദ്രാക്ഷമാണെങ്കിലും ഒക്കെ വിശ്വാസവും കൂടെ പ്രധാനമാണ്. നമ്മളൊരു ആഭരണം പോലെ ധരിക്കാതെ അത് ശരിക്കും വിശ്വാസം അർപ്പിച്ച് നമ്മൾ ധരിക്കുകയാണെങ്കിൽ അത് സത്യമായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. വിശ്വാസം എന്ന പദത്തിനേക്കാൾ നല്ലത് അവിടെ നമുക്കൊരു ദൃഢസങ്കല്പം ചെയ്തിട്ട് ധരിക്കുന്നത് നല്ലതാണെന്ന്. എനിക്ക് ഇതുകൊണ്ട് മെച്ചമുണ്ടാവും എന്ന ദൃഢസങ്കല്പത്തോടു കൂടി അങ്ങനെ ധരിച്ചാൽ അത് അവർക്കത് ഫലിക്കുക തന്നെ ചെയ്യും. അതല്ലാതെ നമുക്ക് യാദൃശ്യാൽ കിട്ടിയ ഒന്ന് നമ്മൾ ഇട്ടിട്ട് മറ്റവർക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞതിൽ അർത്ഥമില്ലെന്ന്. ഇപ്പോൾ സാറിനോട് ഒരാൾ വിളിച്ച് ചോദിക്കുകയാണ്, സാർ എനിക്കിങ്ങനെ ഒരു ക്രിസ്റ്റൽ ധരിക്കണം, അപ്പോൾ ഏത് തരത്തിലുള്ളതാണ് എനിക്ക് ധരിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ സാറ് അയാളുടെ ആ ഒരു എനർജി ലെവൽ നോക്കിയിട്ട് അല്ലേ സ്കാൻ ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ ഇന്ന ക്രിസ്റ്റലാണ് തീരുമാനിക്കുക. അതിനുശേഷം സാർ റേക്കി എന്ന് പറയുന്ന എനർജി കൊടുക്കുകയാണോ ചെയ്യുന്നത്? റേക്കി ആദ്യം അതിനെ നമ്മൾ ക്ലെൻസ് ചെയ്യേണ്ടതുണ്ട്. അത് ക്ലെൻസ് ചെയ്ത് അതിനെ വീണ്ടും എംപവർ ചെയ്ത് അതിന് പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ട് രുദ്രാക്ഷത്തിൽ എങ്ങനെയാണോ ഞാൻ കോസ്മോക്കിൽ നിന്ന് കൊടുക്കുന്ന ഓരോ രുദ്രാക്ഷവും വലിക്കാനുണ്ടായ കാരണം അതിൻ്റെ പുറകിൽ അത്രയും എംപവർ ചെയ്യുന്ന പരിപാടി ചെയ്യുന്നതുകൊണ്ടാണ്. രുദ്രാക്ഷത്തിന് എംപവർമെൻറ്റ് ആവശ്യമുണ്ടായിട്ടല്ല, ക്രിസ്റ്റൽസിനും എംപവർമെൻറ്റ് ആവശ്യമുണ്ടായിട്ടല്ല. പക്ഷേ നമ്മൾ ആർക്ക് വേണ്ടിയാണോ കൊടുക്കുന്നത് അയാളിലേക്ക് ഇതിനെ സിങ്ക് ചെയ്യിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട്. ആ ആളുടെ എനർജി എന്താണോ ആ എനർജി ഇംബാലൻസിൽ നിൽക്കുകയാണെങ്കിൽ ബാലൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടുന്ന നിർദ്ദേശം കൊടുത്ത് ഇനിയും കൂടുതലും നമുക്ക് റേക്കിയുടെ സമ്പ്രദായം കൂടി ഉപയോഗിച്ച് നമുക്കതിനെ
ശക്തമാക്കി അതിശക്തമായ ഒരു സാധനമാക്കി മാറ്റി നമുക്ക് കൊടുക്കാനാവും എന്നത് എനിക്ക് അറിയാമെന്നിരിക്കെ ചെയ്തു കൊടുക്കുന്നതാണല്ലോ നല്ലത്. അതുകൊണ്ടാണ് എല്ലാവർക്കും നമ്മുടെ അടുത്തുനിന്ന് കൊടുക്കുമ്പോൾ അത് എത്ര വിലയുടെ ആണെങ്കിലും, നമ്മൾ എത്ര കുറഞ്ഞ വിലയുടെ ആണെങ്കിലും എത്ര കൂടിയ വിലയുടെ ആണെങ്കിലും ഒരേ തരത്തിലുള്ള എംപവർമെൻറ്റ് പ്രോസസ്സ് നടത്തിയിട്ടേ കോസ്മോക്ക് ചെയ്യുന്ന രുദ്രാക്ഷ ആയാലും കല്ലായാലും സ്റ്റോൺസ് ആയാലും നമ്മൾ കൊടുക്കുകയുള്ളൂ. പലപ്പോഴും രത്നക്കല്ലുകൾ ധരിക്കുന്ന ആളുകളുടെ ഒരു അനുഭവം കണ്ടിട്ടുണ്ട്. അവർക്ക് നിർദ്ദേശിച്ച ആൾ ആ രത്നം വാങ്ങിച്ച് ഒരാഴ്ചയൊക്കെ കയ്യിൽ വെച്ച് കൊണ്ട് നടന്നു നോക്കൂ, നിങ്ങൾ ചുരുട്ടി നിങ്ങളുടെ ഉടുപ്പിൽ കുത്തി വെച്ച് നോക്കൂ, പോക്കറ്റിലിട്ടുകൊണ്ട് നടന്നിട്ട് നോക്കൂ, ഹാംഫുള്ളായിട്ടുള്ള എന്തെങ്കിലും വരികയാണെങ്കിൽ അത് മാറ്റിക്കോളൂ എന്ന് പറയുന്ന അനുഭവമുണ്ട്. അപ്പോൾ അവിടെ ഒരു അൺസർട്ടനിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് തന്നെ ഒരു ധൈര്യം ഇല്ലാതെ വന്നാൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക? ഒരിക്കലും കോസ്മോക്കിൽ നിന്ന് കൊടുത്ത ഒരു സാധനം പോലും ഈവൻ ഇനിയിപ്പോൾ ആർക്കെങ്കിലും രത്നം സജസ്റ്റ് ചെയ്ത് ആ രത്നം അവർ വാങ്ങിച്ചുകൊണ്ടൊന്നും നമ്മൾ അതിനെ എംപവർ ചെയ്ത് കൊടുത്താൽ നമ്മളിപ്പോൾ തന്നെ ഇടാൻ വേണ്ടി പറ്റിയാൽ അതേ സമയത്ത് നമ്മുടെ മുമ്പിൽ നിന്ന് തന്നെ ധരിപ്പിച്ചിട്ട് വിടുന്ന പദ്ധതിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതുവരെ ഒരു ഒറ്റ കേസിൽ പോലും നമുക്കത് ഹാംഫുള്ളായിട്ട് ഒന്നും സംഭവിച്ച അനുഭവമില്ല. ഇപ്പം ഒരാൾ കുറച്ച് നാൾ ധരിച്ചു, ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ എവിടെയെങ്കിലും മാറ്റി വെച്ചു, മറ്റൊരു വ്യക്തി അത് എടുത്തിട്ടു, ആ ക്രിസ്റ്റൽ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ആയിട്ടോ മാലയായിട്ടോ ഒക്കെ എടുത്തിട്ടു, അല്ലെങ്കിൽ രുദ്രാക്ഷമാണെങ്കിലും ഒരാൾ ഉപയോഗിച്ച് മറ്റൊരാൾക്ക് ഉപയോഗിക്കാമോ? അപ്പം എന്ന് വെച്ചാൽ അയാളുടെ എനർജിയായിട്ട് ടാലി ചെയ്താണ് നമ്മളത് കൊടുത്തത്. അപ്പം അത് വീട്ടിലെ ഒരു ഗൃഹനാഥൻ അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ മക്കൾക്ക് അല്ലെങ്കിൽ വീട്ടിലെ മറ്റാർക്കെങ്കിലും അല്ലെങ്കിൽ കൂട്ടുകാർക്ക് അങ്ങനെ ധരിക്കുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടാവുമോ? പ്രശ്നം ഉണ്ടാവുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇത് മനുഷ്യൻ്റെ മനസ്സല്ലേ. അവർക്ക് തന്നെ സ്വന്തമായിട്ട് ഇത് ധരിക്കുമ്പോൾ എന്ത് തരം സന്ദേഹമാണോ അവർക്ക് ഫീൽ ചെയ്യണത്, ആ സന്ദേഹം ഉണ്ടെങ്കിൽ അവർക്കത് തിരിച്ചടിയായിട്ട് വരാൻ വഴിയുണ്ട്. അതല്ലെങ്കിൽ അവരത് റീപ്രോഗ്രാമിങ് ചെയ്ത് അവരവർക്ക് പാകത്തിനാക്കിയിട്ട് അത് ഉപയോഗിക്കുന്നതാണ് ബുദ്ധി. അപ്പം അങ്ങനെ അവർക്ക് അതിപ്പം നമ്മുടെ അല്ലേ സ്വന്തം ചിന്താഗതി അനുസരിച്ച് നമ്മുടെ വിശ്വാസം അനുസരിച്ച് വേണമല്ലേ അത് തീരുമാനിക്കേണ്ടത്. പ്രശ്നമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാറ്റി വെക്കുക, അല്ലേ? പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ. എന്തായാലും കല്ലുകളല്ലേ, അവയ്ക്ക് സ്വയം ബോധം ഉണ്ടെന്നാണ് നമ്മുടെ സങ്കല്പം. കാരണം അതിൻ്റെ സയൻസ് എന്താണെന്ന് വെച്ചാൽ സ്വയം ബോധം ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എനർജിയെ പറ്റിയിട്ട് പഠിക്കുമ്പോൾ 3 തരത്തിലുള്ള ക്വാളിറ്റിയുള്ള എനർജികളെ പറ്റിയിട്ടാണ് നമ്മൾക്ക് പറയാൻ പറ്റുക. അതിൽ മോർ കോൺഷ്യസ് സ്റ്റേറ്റിലുള്ള എനർജിയെ പറ്റിയിട്ട് പറയുമ്പോൾ അതിനെയാണ് നമ്മൾ സത്വഗുണം ഉള്ളതെന്ന് പറയുക. മോർ ആക്റ്റീവ് സ്റ്റേറ്റിലുള്ള എനർജിയെ സംസാരിക്കുമ്പോൾ നമ്മൾ അതിനെയാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ രജോ ഗുണം എന്ന് പറയുക. നോൺ കോൺഷ്യസ് നോൺ ആക്റ്റീവ് സ്റ്റേറ്റിലുള്ള ഒരു സാധനത്തിനെ പറ്റിയിട്ട് സംസാരിക്കുന്നത് തമോ ഗുണം എന്നാണ്. അപ്പോൾ ഒരു കല്ലല്ലേ, അതൊരു ജഡവസ്തുവല്ലേ എന്ന് കരുതിയാലും രത്നങ്ങളാവുമ്പോൾ അത് തമോ ഗുണമുള്ളതല്ല, അതിന് പകരം അത് സത്വഗുണം ഉള്ളതാണെന്നാണ്. സത്വഗുണത്തിൻ്റെ പ്രപ്പോർഷൻ കൂടിയതാണ്. അതിൽ നിന്ന് ധാരാളമായി എനർജി പ്രസരിക്കുന്നു. അത് ജ്ഞാനശക്തി ഉള്ളതാണ്. അത് ഹയർ കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു ഇരിപ്പിടം കൂടിയാണ്. അത് ചെറുതായിരുന്നാലും വലിയ ഓറയുള്ളതാണ്. വെറുതെ ഒരു പാറക്കല്ല് എന്ന് പറയുന്നത് എനർജി ഇല്ലാത്ത അല്ലെങ്കിൽ വളരെ ലോ എനർജിയിലുള്ള പാറക്കല്ല് വളരെ ഓറ കുറവായിരിക്കും. അതിൻ്റെ രൂപമായിരിക്കും കൂടുതലുണ്ടാവുക, വളരെ ചെറിയ ഓറയുള്ളതായിരിക്കും. ആ കല്ലിന് പകരം അതേപോലത്തെ രത്നമായാൽ രത്നത്തിന് വലിയ ഓറയുണ്ടാവും, പക്ഷേ ശരീരം അതിന് വളരെ കുറച്ചുണ്ടാവുള്ളൂ. അങ്ങനെയുള്ളവയാണ് നമ്മൾ പ്രൊപ്പോർഷനേറ്റായിട്ട് നോക്കുമ്പോൾ എനർജി ലെവൽ ആണ് കൂടുതലുള്ളതുകൊണ്ട് സത്വഗുണം കൂടുതലുള്ളതെന്ന് പറയും. ഇനി നമ്മൾ അതിനെ പറയും സ്വയം ജീവനുള്ളതാണ്, അതിന് ബോധമുള്ളതാണെന്നൊക്കെ അപ്പോഴാണ് നമ്മൾ വർണ്ണിക്കുന്നത്. ഹയർ ലെവൽ കോൺഷ്യസ്നെസ് ഉള്ള രത്നങ്ങളെ അല്ലെങ്കിൽ അങ്ങനത്തെ കല്ലുകളെ നമ്മൾ സത്വഗുണമുള്ളത് സ്വയം ബോധമുള്ളതെന്ന് വിളിക്കുന്നു. ആ സ്വയം ബോധമുള്ള ഈ സാധനത്തിനോട് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമ്മൾ പറഞ്ഞാൽ ആ കാര്യത്തിലേക്ക് അത് സന്നദ്ധമാണെങ്കിൽ നമുക്ക് ആ വിഷയത്തിലേക്ക് ഫോക്കസ്ഡാക്കി നമ്മളെ നിരന്തരം ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ശക്തി തന്നെ വർദ്ധിച്ച് നമുക്ക് ആ ലക്ഷ്യപൂർത്തീകരണത്തിന് സാധിക്കാൻ ഇടവരും. ഇതാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. ഈ ബോധമുള്ള സാധനത്തിനെ വേറൊരാൾ എടുത്തുകൊണ്ട് പോയി ആ ബോധത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ പ്രശ്നമാവും. അത്രേ ഉള്ളൂ.